കണ്ണൂർ ഇരിട്ടി കരിക്കോട്ടക്കരിയിൽ കാട്ടാന ഇറങ്ങി. വായിൽ മുറിവേറ്റ നിലയിലാണ് ആനയുള്ളത്. വനം വകുപ്പ് ജീവനക്കാരെത്തി കാട്ടാനയെ തുരത്താൻ ശ്രമം തുടർന്നു. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു. ഫെലിക്സ്, എപ്പോഴാണ് ഈ കാട്ടാന പ്രദേശത്തേക്ക് എത്തിയത്? ഈ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടല്ലോ, മുറിവ് സാരമുള്ളതാണോ? വിശദാംശങ്ങൾ എന്താണ് ഫെലിക്സ്? മൊത്തി 6-ാം ഫാമിൽ നിന്നുമാണ് ഈ ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ രാത്രി ഇരിപ്പള്ളി ടൗണിനോട് ചേർന്ന പരിസരത്ത് കാട്ടാനെ കണ്ടിരുന്നു. ഇപ്പോൾ കരിക്കോട്ടക്കരി മേഖലയിലാണ് കാട്ടാനയുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആനയുടെ വായിൽ മുറിവേറ്റിട്ടുണ്ട് എന്നതാണ്. വനംവകുപ്പ് സംശയിക്കുന്നത് ഈ പടക്കം കടിച്ച് പൊട്ടിച്ചത് കൊണ്ട് ഈ ആനയുടെ വായിൽ മുറിവേറ്റതാകാമെന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രായമുള്ള ആനയല്ല, 6-7 വയസ്സ് മാത്രം പ്രായമുള്ള ആനയാണ്. അപ്പോൾ ആന ഈ ജനവാസ മേഖലയിൽ കൂടെ, ആളുകളുടെ വീടിന് മുൻപിൽ കൂടിയും പറമ്പിൽ കൂടിയും ഒക്കെ തന്നെ ഓടുകയാണ്. അപ്പോൾ ആന ഇനി എന്ത് ചെയ്യണമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം ഇതിന്റെ വായിൽ മുറിവേറ്റിട്ടുണ്ട്. മുറിവേറ്റ നിലയിൽ അവശനാണ് ഈ കാട്ടാന. അപ്പോൾ ഇതിനെ കാട്ടിലേക്ക് തുരത്തണമോ അതോ പിടികൂടി ചികിത്സ നൽകണമോ എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഏതായാലും ഇപ്പോഴും ജനവാസ മേഖലയിൽ ആന തുടരുകയാണ്. ആനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 5, 6, 7 വയസ്സുള്ള ആനയാണ്. ഇന്നലെ രാത്രി 6-ാം ഫാമിൽ നിന്നും 12-ഓട് കൂടി തന്നെയാണ് ഇത് ജനവാസ മേഖലയിലേക്ക്, കീഴ്പള്ളി മേഖലയിലേക്ക്. ഏതായാലും ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നാണ് ഫെലിക്സ് നൽകുന്ന വിവരങ്ങൾ. മുറിവേറ്റിട്ടുണ്ട്. ഇനി ഏത് തരത്തിലാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നത് വനം വകുപ്പ് തീരുമാനിക്കും.